കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, നമ്മളേതായാലും ഒരു ഐലൻഡ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത് നമുക്ക് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഈ എപ്പിസോഡിൽ നമ്മളേതായാലും വില്ലേജേഴ്സിനെ നമ്മുടെ ബേസിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മളേതായാലും അയൺ ആർമർ സെറ്റ് ചെയ്യാൻ വിചാരിച്ചു. ബട്ട് നമുക്ക് വേണ്ടത്ര അയൺ കിട്ടാത്തതുകൊണ്ട് നമ്മൾ കോപ്പർ വെച്ചിട്ട് ഒരു ആർമറും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അയൺ കിട്ടുന്നതിനനുസരിച്ച് അയൺ ആർമറിലോട്ട് മാറാം. അപ്പോൾ ഗൈസ്, നമ്മളേതായാലും നൈറ്റും കാര്യങ്ങളൊക്കെ അവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ വില്ലേജേഴ്സിനെ വെച്ച് പോവാൻ ഇടുന്നു. ഓക്കെ, 2000 സംതിങ് ബ്ലോക്ക് വിട്ടുകൊണ്ടാണ് ഗൈസ് നമ്മുടെ സ്പോണും അതായത് ബേസും ഈ വില്ലേജ് നിൽക്കുന്നത്. ഒരുപാട് തിരഞ്ഞിട്ട് കിട്ടിയൊരു വില്ലേജാണ്. പക്ഷേ 2-3 മണിക്കൂർ ആകെ കടന്ന് കറങ്ങിയിട്ടാണ് നമുക്ക് ഈ വില്ലേജ് കിട്ടിയത്. ഓക്കെ, നമുക്കേതായാലും ഇവിടുന്ന് അതിനെ വെച്ച് പോവാം. ഇപ്പം ഹെൽപ്പിങ്ങിനാണെന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പോൾ പറയണത് നീ ഒറ്റയ്ക്ക് കൊണ്ടുവന്നാൽ മതി. ഓവനാണെങ്കിൽ കുതിരന്മാരെ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളേതായാലും അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. അടുത്ത കരഭാഗം എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഏതായാലും ഈ ബോട്ടും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചെടുത്ത് ഈ മല കയറാം. ഇത് കയറിയിട്ട് പിന്നെ കുറച്ച് കടലും വീണ്ടും മല അങ്ങനെയൊക്കെയാണുള്ളത്. നമുക്കേതായാലും പറ്റുന്ന പോലെ കൊണ്ടുപോകാം. ഇവിടുന്ന് ചാവാതിരുന്നാൽ മതിയായിരുന്നു. വീണ്ടും വില്ലേജിൽ പോയി വില്ലേജേഴ്സിനെ എടുക്കുക പറഞ്ഞത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ഇത്രയും കയറണേന് എവിടെ എന്തൊക്കെയാണ് നോക്കണ്ടത്. ഗൈസ്, നമുക്കേതായാലും നമ്മുടെ പണി കണ്ടിന്യൂ ചെയ്യാം. വില്ലേജേഴ്സിനെ വലിച്ചു കയറ്റാം, അതല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, നമ്മുടെ വില്ലേജേഴ്സ് ഒപ്പം പോരുന്നൊക്കെ ഉണ്ട്. ചാടി അങ്ങനെ പോവാം. ചാടുന്നുള്ള കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹങ്കർ വേഗം കുറയും. ഒരു ബ്രെഡുള്ളൂ. പിന്നെ എന്തോ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ക്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് തിന്നാം. അത്യാവശ്യത്തിന് ക്രോപ്സ് നമുക്ക് ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കാര്യം ഇനി ഇതൊരുപാട് കയറാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, കുറച്ചും കൂടി ഉള്ളത് തോന്നുന്നുണ്ട്. എല്ലാവരും കയറാം. ലീശ് പൊട്ടു. ഓവറായിട്ടാണ് നമ്മൾ ബാക്കിലോട്ട് പോയാലും അതാണ് കുഴപ്പം, ലീശ് പൊട്ടും. ഏതായാലും ചാടി പോവാൻ. ഓക്കെ, ലീശ് പൊട്ടി. പറഞ്ഞെടുത്തേ ഉള്ളൂ, അതിന് മുമ്പ് ലീശും പൊട്ടി. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളേതായാലും അവിടുന്ന് കൊണ്ടുവന്ന് താഴത്തെത്തിയിട്ടുണ്ട്. താഴത്തെത്തിയെന്ന് പറയാൻ പറ്റത്തില്ല, ഇനി ഇവിടുന്ന് ഇറങ്ങാനുണ്ട്. ഇവിടെയാണ് ചെറിയൊരു കേവ് മാതിരി കാണാനുണ്ട്. അയ്യോ, നമ്മുടെ ഹേർട്ട് പോയത് കണ്ടില്ലേ നിങ്ങൾ? ലീശ് പൊട്ടിയോ? ലീശ് പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ എന്ത് ചെയ്യാം? നമുക്കേതായാലും അവർ നിൽക്കുന്ന ആ ബ്ലോക്ക് ഇങ്ങനെ താഴത്തോട്ട് പൊട്ടിച്ചിറക്കാം, അതല്ല അതൊന്നും ചെയ്യാനില്ല. അയ്യോ, ഇവന്മാരെ താഴോട്ട് ഇറക്കണം. ഓക്കെ, ഇവിടെ സൈഡിൽ കുറച്ച് അയൺ കാണാനുണ്ട്, അതൊക്കെ എടുക്കണം. കാരണം നമുക്ക് ഇപ്പോഴും കോപ്പർ ആർമറാണ് ഇട്ടിട്ടുള്ളത്. അയൺ ആർമറിലോട്ട് മാറണം. അപ്പോൾ കുറച്ചും കൂടി സേഫും കാര്യങ്ങളൊക്കെ ആവും. ഓക്കെ, അവർ നിൽക്കുന്ന ബ്ലോക്കൊക്കെ പൊട്ടിച്ചു കൊടുക്കണം. ഒരുപാട് നേരം ഗെയിം കളിക്കാൻ തുടങ്ങിയത്. കാരണം നമ്മൾ ഈ വില്ലേജ് തരാൻ തന്നെ നല്ല ടൈം എടുത്തു. ഇനി മാറ്റി കൊടുക്കണമല്ലോ, നിൽക്കുന്ന ബ്ലോക്ക് മാറ്റാം. ഈ അയൺ എടുത്തിട്ടാണ് നമുക്കിനി പറ്റുന്നത്ര ആർമർ സെറ്റ് ചെയ്യാം. നമ്മളേതായാലും ഇവിടെ കാണുന്ന ബ്ലോക്കൊക്കെ പൊട്ടിച്ച് താഴോട്ട് ഇറക്കിയിട്ടുണ്ട് അവരെ. നമുക്കും താഴോട്ട് ഇറങ്ങാം. ഓക്കെ,
അങ്ങനെ നമ്മൾ അവരെ അവിടെ നിന്ന് തള്ളിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ബോട്ട് വെച്ചിട്ട് താഴോട്ട് ഇറങ്ങുമോ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മളേതായാലും ഇവിടെ ഒരു ബോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. താഴോട്ട് വെള്ളത്തിലോട്ട് ചാടിക്കഴിഞ്ഞാൽ വെള്ളം മാറി വല്ല ബ്ലോക്കിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ റീസ്പോൺ പോലും സെറ്റല്ല, നേരെ സ്പോണിൽ പോയി സ്പോണാവും. പിന്നെ വീണ്ടും ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ നല്ല റിസ്ക്കാണ്. നമ്മൾ ബോട്ട് വെച്ചിട്ട് തന്നെ ചാടിയിട്ടുണ്ട്. ഒരു ബ്ലോക്ക് വെച്ച് കൊടുത്ത് ചെയ്താലേ നമുക്കിവിടെ കയറാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളേതായാലും അവിടെ നിന്ന് പോന്നിട്ട് വേറെ ഐലൻഡിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ നമ്മുടെ വില്ലേജേഴ്സിനെ വലിച്ചങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വരെ വലിച്ചങ്ങനെ കൊണ്ടുപോകണം. ഓക്കെ, നമുക്ക് ഏതായാലും ഇവിടെ നിന്ന് കൊണ്ടുപോകാം. കുറച്ച് ലോങ്ങുള്ളൂ, ഏകദേശം കോർഡിനേറ്റ്സ് നോക്കി അറിയാം. ഏകദേശം നമ്മൾ നമ്മുടെ സ്പോണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോയി. നമ്മൾ കഴിഞ്ഞ വട്ടം ലൈറ്റപ്പ് ചെയ്ത നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഏതായാലും ഇവരെവിടെ പൂട്ടിയിടും കാര്യങ്ങളൊക്കെ വേണം. ഹോബി സ്റ്റോണിന് റൂം പോലെ സെറ്റ് ചെയ്തിട്ട് പിന്നെ വല്ല സോംബിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ കണ്ട ആകെ ഒരു വില്ലേജ് അതാണ്. അവിടം വരെ പോയി ഇവരെ കൊണ്ടുവരലും സേഫൊന്നുമല്ല. പിന്നെ അത്രയും ദൂരം പോകാനും ഉണ്ട് ചടപ്പ്. ഇപ്പം തന്നെ 2-3 മണിക്കൂർ കളിച്ചുകൊണ്ട് തന്നെ നല്ല മുഷിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉള്ളിൽ ടോർച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, മോപ്സ് ഒന്നും സ്പോൺ ആവേണ്ട കരുതിയിട്ട്. അങ്ങനെ നമ്മളത് അവരുടെ അതങ്ങടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളേതായാലും അവിടെ നിന്ന് കിട്ടിയ ക്രോപ്സൊക്കെ നടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട്. ചെറിയ ഐലൻഡാണ്. നമ്മളേതായാലും നമ്മളെ കയ്യിലുള്ള ഡേർട്ടൊക്കെ വെച്ച് അത് അത്യാവശ്യം വലുതാക്കിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളിവിടെയാണ് ക്രോപ്സൊക്കെ നടന്നത്. അപ്പോൾ ഗൈസ് നമ്മളവിടുത്തെ പുല്ലും കാര്യങ്ങളൊക്കെ മാറ്റിയത് കയ്യിലുള്ള ഡേർട്ടൊക്കെ വെച്ച് കൊടുത്ത് അത് അത്യാവശ്യം വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഡേർട്ടൊക്കെ കിട്ടുന്നതിനനുസരിച്ച് നമ്മളേതായാലും ഇത് പരമാവധി വലുതാക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ ഞാൻ ഒന്നല്ലെങ്കിൽ വില്ലേജ് അപ്ഗ്രേഡർ അല്ലെങ്കിൽ നമ്മളൊരു ഹൗസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും ചെയ്യുന്നത്. എന്തായാലും തീരുമാനിച്ചിട്ടില്ല. വീഡിയോ ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അത് കാരണം നമ്മളേതായാലും ക്രോപ്സ് നടുന്നതൊക്കെ ഓഫ് ക്യാമറയിലാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ കയ്യിലുള്ള ഡേർട്ടൊക്കെ ഏതായാലും നമുക്ക് പരമാവധി ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഡേർട്ട് വെച്ച് ഇനിയും വലുതാക്കേണ്ടതായിട്ട് വരും. കാരണം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വിളവ് ക്രോപ്സാളും നമ്മൾ വീണ്ടും ഇവിടെ നടുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഐലൻഡ് വലുതാക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഏതായാലും കയ്യിലുള്ള ഡേർട്ടൊക്കെ ഇവിടെ വെച്ച് കൊടുക്കാം. നമുക്ക് ഉള്ളത് വെച്ച് ഏതായാലും ഒപ്പിക്കാൻ ഡേർട്ട്